സിനിമാക്കാരിയുടെ ജാടകൾ കാണിക്കാൻ അറിയില്ല. നമ്മുടെ ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? ചെറിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒരുപാട് പേർക്ക് എന്നെ അറിയാം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ഇലക്ഷൻ എടുത്തിരിക്കുകയാണ്. നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ചിട്ട് പല രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും 2020 ടൈപ്പ് ചെയ്ത് നമ്മുടെ NDA BJP സ്ഥാനാർത്ഥികളെല്ലാം കൂടി പ്രചാരണത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതും കണ്ടമാനം സെലിബ്രിറ്റികൾ ഈ 2020 ടീമുകാർ വലിച്ചു ചീത്തെടുത്ത് പൈസ കൊടുത്ത് ഇതിൻ്റെ അകത്ത് നിർത്തിയിട്ടുണ്ട്. ആ ഗണത്തിൽ പെട്ടിട്ടുള്ള ടീമുകളിൽ പെട്ടിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ അഖിൽ മാരാറ്, അതുപോലെ തന്നെ ലക്ഷ്മി പ്രിയ, വീണ നായർ, പിന്നെ നമ്മുടെ തൃപ്പൂണിത്തറയിൽ മത്സരിക്കുന്ന അഞ്ജലി നായർ, അങ്ങനെ ആരതി തുടങ്ങിയ ഒരുപാട് സെലിബ്രിറ്റികളെ ഇവർ വലിച്ചതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൽ ലക്ഷ്മി പ്രിയയും വീണ നായർ മൂഞ്ചിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷന് പോലും മത്സരിക്കാൻ പറ്റത്തില്ല, ഇറങ്ങി പോടേ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിരിക്കുകയാണ്. എന്നാൽ അതിനെ തുടർന്ന് രണ്ടുപേരും വലിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് കാര്യം. അപ്പം ഇലക്ഷൻസ് തുടങ്ങുന്ന സമയമാകുമ്പോൾ ഇതുവരെ വെളിയിൽ കാണാത്ത, വീട്ടിന്റെ വെളിയിൽ ഇറങ്ങാത്ത, നാട്ടിൽ ഇതുവരെ കാല് താഴെ ഔട്ടിയിട്ടില്ലാത്ത ടീമുകളെല്ലാം അങ്ങോട്ട് ഇറങ്ങും. കാല് കഴുകി കുടിക്കാനായിട്ട്. ആരുടെ? നാട്ടുകാരുടെ കാല് കഴുകി കുടിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങും. കൂടും കുടുക്കി എടുത്തോണ്ട് കുറെ ഷാളോട്ട്, അയ്യോ മുഖത്ത് ചുമ്മാ 452 പല്ലും കാണിച്ച് ഇളിച്ചോണ്ട് ഇങ്ങനെ ഇറങ്ങും. ഒരു തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വിലകളാണ് ഓട്ടെ, ചുമ്മാ കളയരുത് അമ്മിണിയെ. അതുകൊണ്ട് എല്ലാം വരിയായിട്ട് ഏത് സമയത്ത് ഇറങ്ങും? ഇലക്ഷൻ സമയത്ത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന ചരിത്രമല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ NDA സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അഖിൽ മാരാറാണ് ഏറിൽ. കാരണം ഒരു സമയത്ത് അവന്റെ വാക്കുകളിൽ എന്തൊക്കെയാ കുഴപ്പമില്ല, ഓക്കെയാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ലോകമണ്ടത്തരമായി മാറുകയാണ് ഈ പറയുന്ന അഖിൽ മാരാർ. ചാണകം ചവിട്ടിയത് കൊണ്ടാണോ ഈ ഒരു അവസ്ഥ ആയതെന്ന് അറിയത്തില്ല. എന്തായാലും മണ്ടത്തരത്തിന്റെ ഒരു ഘോഷയാത്രയിലൂടെയാണ് നമ്മുടെ അഖിൽ മാരാറും പോകുന്നത്. നമുക്കെല്ലാം ഒന്ന് പരിശോധിക്കാം. ഇലക്ഷൻ സമയത്ത് നമുക്കൊരു റിലാക്സേഷൻ ആയിട്ട്, ഒന്നുമില്ലേ ചൂട് കാലമല്ലേ, ഒന്നിരുന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് 2 സിപ്പപ്പ് വാഞ്ചെങ്കിലും വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം ഒരു അരുവെന്ന്. ആദ്യം തന്നെ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ പോലും ഇല്ലാത്തത് കൊണ്ട് പിരിച്ചു വിട്ടു പോയ ലക്ഷ്മി പ്രിയയുടെ ഒരു പ്രതികരണം നമുക്കൊന്ന് കാണാം. എന്തുകൊണ്ടും ഇലക്ഷന് നിൽക്കാൻ പോലും അവസരം കിട്ടാത്തത് നന്നായെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതൊക്കെ നിന്ന് ജയിച്ചിരുന്നെങ്കിൽ നടക്കുന്നത് അതിനേക്കാളും വലിയ കോമഡി ആയിരുന്നേ. നമുക്ക് എന്തായാലും കേട്ടു നോക്കാം. സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കാനായിട്ട് ഞാൻ കയറിയത് നീതി ജന ഔഷധിയിലാണ് കയറിയത്. അവിടെ നിന്ന് നമുക്ക് ആ സാനിറ്ററി നാപ്കിന് കാശ് കൊടുക്കുമ്പോൾ 10 രൂപയാണ് അവർ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചത്. 10 രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഒരു പാക്കറ്റ് സാനിറ്ററി നാപ്കിൻസ് കിട്ടില്ല. അപ്പോൾ ശരിക്കും ഞാൻ ആ മെഡിക്കൽ ഷോപ്പിന്റെ വാതിക്കൽ നിന്നിട്ട് ഞാൻ പൊട്ടി കരഞ്ഞു. ചേച്ചി ഇത്രയും പൊട്ടിക്കരഞ്ഞത് എന്തിനാ ചേച്ചി? ഇതൊക്കെ ഇലക്ഷനിൽ നിന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ? പാഡ് ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. ഇനി അത് പോട്ട് ചേച്ചി 10 രൂപയ്ക്ക് പാഡ് വാങ്ങിച്ചപ്പോൾ എന്തിനാണ് പൊട്ടിക്കരഞ്ഞ്? എനിക്കത് ഇതുവരെ പിടികിട്ടില്ല. ഞാൻ സ്ത്രീകളോടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ പാഡ് വാങ്ങിയിട്ട് ഇന്നേ വരെ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിന്റെ വെളിയിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിന്റെ വെളിയിലോ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യട്ടാ. 10 രൂപയ്ക്ക് പാഡ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഒരു 50 രൂപ 100 രൂപ പോട്ട്, എന്തായാലും നിങ്ങൾ പാഡ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റേറ്റ് അറിയാമല്ലോ. ഇത്രയും രൂപ കൊടുത്ത് നിങ്ങൾ പാഡ് വാങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും സ്ത്രീകളും ഇന്നേ വരെ മാറി ഇന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി ചേച്ചി മാത്രം ഉറപ്പായിട്ട് ഗിന്നസ് ബുക്കിൽ കയറും. സാനിറ്ററി പാഡ് വാങ്ങിയതിനു ശേഷം പൊട്ടിക്കരഞ്ഞ ലോകത്തിലെ ആദ്യത്തെ വനിത എന്ന ഒരു പട്ടവും കൂടി വാങ്ങിച്ചുകൊണ്ട് എന്തായാലും ഗിന്നസ് ബുക്കിൽ നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി കാണും. ലക്ഷ്മി പ്രിയ ചേച്ചി കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ആ ബിഗ് ബോസിൽ എവിക്റ്റ് ആയപ്പോൾ ബുള്ളറ്റിൽ കൊണ്ടുപോയതാണ്. അത് കാണുമ്പോൾ ഇവരെ ഓർമ്മ വരും, ഇവരെ കാണുമ്പോൾ അത് ഓർമ്മ വരും. ഇതാണ് അവസ്ഥ. എന്തായാലും ചേച്ചി ബാക്കി തള്ളു കേക്കട്ടെ. കാര്യം എന്ന് വെച്ചാൽ ഇത്രയധികം, അതായത് കേരളത്തിലെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് ഇവിടുത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഹൈജീന്റെ കാര്യത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഈ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ സാനിറ്ററി നാപ്കിൻസ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര വിലയാണെങ്കിലും നമ്മൾ വാങ്ങണം. ആരെങ്കിലും വാങ്ങുന്നില്ല എന്ന് പറയുന്ന പീരീഡ്സ് ആവുന്ന ഒരു സ്ത്രീയാണോ അവരത് വാങ്ങിയിരിക്കും അല്ലേ? അതിനിപ്പോ എന്ത് ചേച്ചി വെളിയിറങ്ങി കരഞ്ഞതിന്റെ കാര്യം എനിക്ക് ഇതുവരെ പിടിയിട്ടുന്നില്ല. പറ്റുവാണെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ തരണം. കാരണം എനിക്ക് കാണാനും കേൾക്കാനും അറിയാനും വേണ്ടിയിട്ടാണ്. ഇത് എന്തുവാ ചേച്ചി പേടം വാങ്ങിച്ചിട്ട് വെളിയിറങ്ങി എന്ന് കരഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം സീരിയസ്ലി അമ്മച്ചിയാണ്. ഇപ്പൊ വേറെ എന്തൊരു സംഭവം ഉണ്ടല്ലോ, ഒരു വാക്യൂം ട്യൂബ് പോലത്തെ. ഇനി അങ്ങനെ അറിയില്ല. ചേച്ചി എന്തായാലും കരഞ്ഞു. എന്തായാലും ചേച്ചിക്ക് ഇലക്ഷന് മത്സരിക്കാൻ പോലും അവസരം കിട്ടാത്ത നന്നായി. ഇനി എങ്ങാണ്ട് അബദ്ധ അവസരത്തിൽ പൊട്ടൻ ലോട്ടറി അടിച്ചു പോലെ ജയിക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണണ്ടേ ഈ കുന്തളിപ്പെല്ലാം കൂടി. എന്തുപാട് ഇത് എവിടെയൊക്കെ പോയി ഇടിച്ചിരിക്കുമായിരുന്നു. ചാണകവും ചവിട്ടി കഴിഞ്ഞാൽ തലയ്ക്കകത്തുള്ള തലച്ചോറുകളിൽ തളയെ വീഴുമെന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ശരിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും
വോട്ടർ പട്ടികയിൽ വരാത്തത് നന്നായി. അതുകൊണ്ടല്ലേ ഇതിനെയൊന്നും സഹിക്കേണ്ട ഗതികേട് നമുക്ക് വന്നിട്ടില്ല. ഇനി നമ്മുടെ തൃപ്പൂണിത്തറ മത്സരിക്കുന്ന അഞ്ജലി നായർ. അഞ്ജലി നായർ ഇറങ്ങിയിരിക്കുകയാണ്. സിനിമ താരം, മിന്നൻ താരം, എവിടെ താരമേ അത് താരമേ അതോ 5 പടത്തിൽ അഭിനയിച്ചു, ഓക്കെ അത് വിട്, എന്തായാലും 5 പടത്തിലെങ്കിലും അഭിനയിച്ചല്ല. പക്ഷെ ഇപ്പൊ മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തിന്? വോട്ട് പിടിക്കാനായിട്ട്. വോട്ട് പിടിച്ച് ഇനിയിപ്പൊ അങ്ങോട്ട് ജയിച്ചിട്ട് വേണം കാലവാരി അടിക്കാൻ. ഇന്ന് പോയാണ്. എന്തായാലും അഞ്ജലി ചേച്ചി ബാ. നാളെ പോലെ ഞാൻ റോട്ടി ഇറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു, ആരെങ്കിലും വല്ല കൈ തരുമോ നോക്കാമല്ലോ. എന്തുവാടേ ഇതൊക്കെ. ഇത്രയും കാലം നിങ്ങൾക്ക് എവിടെയായിരുന്നു? ഇത് മറ്റേ ഇലക്ഷൻ സമയമാകുമ്പോൾ നാട്ടുകാർ മറ്റേ കാല് വിട്ട് വീഴുന്ന കാല് കഴിയുകയാണെങ്കിൽ മാപ്പ് പിടിച്ച്, മാപ്പല്ല നന്ദി പറഞ്ഞ് നമസ്കാരം അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടും കാല് കഴുകി വെള്ളം കുടിക്കും. അമ്മാതിരി ടീമുകളാണ്. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നുണ്ടോ ഊബേ? ഞാനാണ് സീരിയസിൽ ഇലക്ഷൻ എന്ന് കഴിഞ്ഞാൽ ഞാൻ പോയി എല്ലായിടത്തും പറയും ഞാൻ ഇങ്ങനെ മത്സരിക്കുന്നുണ്ട്, വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യടേ എന്നുള്ള സെറ്റപ്പിൽ മഞ്ഞായിട്ട് സംസാരിക്കുന്ന സ്നേഹത്തോടെ. അല്ലാണ്ട് നിങ്ങളെപ്പോലെ ഇങ്ങനെ ഓവർ വിനയം വാരി എറിഞ്ഞ് കവിഞ്ഞ് ഒഴുക്കി വിടൂല. ഇത് നിങ്ങൾ ഫേക്കാ. ജയിക്കാൻ വേണ്ടിയിട്ട്, നാട്ടുകാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഫേക്കാ. എന്തായാലും കൊള്ളാം. ഈ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കോമാളിയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പിടിച്ച് ഇലക്ഷൻ നടത്തിയാൽ മതി. അവനെ പോലെ അല്ലെങ്കിൽ അവളെ പോലെ ഒരു കോമാളിയെ പിന്നെ ജീവിതത്തിൽ വരെ കാണാൻ പറ്റത്തില്ല. എങ്ങനെ നടക്കുന്ന ടീമുകളാണ്. ഇപ്പം നാട്ടുകാരെ പോയി തൊഴുന്നത് കണ്ട. ഇനി ഇലക്ഷൻ എങ്ങാണ്ട് നിന്ന് ജയിച്ചെന്ന് വെച്ചാൽ പിന്നെ പൊടി പോലും കാണില്ല. പിന്നെ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ടീമുകൾ. ഇതൊക്കെ ഒരു തൊലിക്കട്ടിയില്ലാത്ത ടീമുകൾ തന്നെ. എന്തിന്? അഞ്ജലി നായർ മറ്റേ പ്രചാരണം നടത്തി വോട്ടേരം പള്ളിക്കകത്ത് വരെ കയറിപ്പോയിരിക്കുകയാണ്. പള്ളി വെച്ചാൽ ചാട്ടവാറെടുത്ത് അടിക്കാത്തത് നല്ല കാലം. എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവണം. ചക്കയുടെ ചിഹ്നത്തിൽ വിജയിപ്പിച്ചു തരണം. കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഈദാശംസകൾ കേട്ടോ. താങ്ക് യു. സന്തോഷം. ശരി. നമ്മുടെ കോർപ്പറേഷൻ പരിഗണിക്കുന്ന ഇപ്പൊ BJP ഉണ്ടല്ലോ, അതിലോ നല്ല ചിഹ്നം ചക്ക, അടിപൊളി ചിഹ്നം. എന്ത് ഇത് മിക്കവാറും ഇലക്ഷനൊന്നും തോറ്റതിന് ശേഷം വട്ടപ്പേര് ചക്ക അഞ്ജലി നായർ എന്നുള്ളൊരു പേരും കൂടി അങ്ങോട്ട് കിട്ടും. അതിനുള്ള എല്ലാ പോസിബിലിറ്റിയും നോം കാണുന്നു. അത് മാത്രമാണ് ഇനി നടക്കാൻ പോകുന്നതെന്നും എനിക്ക് തോന്നുന്നു. എന്തായാലും ഇരിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ടൊരു ഇന്റർവ്യൂല് വാരിക്കോര് നന്മയും എളിമയും മറ്റേ സിംപ്ലിസിറ്റിയൊക്കെ വാരി എറിയുന്നുണ്ട്. മെഴുകി സിനിമാക്കാരിയുടെ ജാടകൾ കാണിക്കാൻ അറിയില്ല. അയ്യോട്ടോ, സിനിമാക്കാരിയുടെ ജാടകൾ കാണിക്കാൻ എനിക്കറിയില്ല കേട്ടോ. ഞാൻ സിംപ്ലിസിറ്റിയാണ് എന്റെ മെയിൻ. അതിന് ഏത് പടത്തിലുണ്ട്? 5-6 പടത്തിലുണ്ട്. എവിടെ കൂടിയൊക്കെ തലയെത്തി കാണിച്ചു പക്കം വന്ന് സിപ്പപ്പിന്റെ ആയിരിക്കും. അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾ ജാട ഒന്നും പറയാനില്ല. പണ എനിക്ക് സാധാരണക്കാരിയായിട്ട് നിൽക്കാനും എന്റെ ഭർത്താവിനോടൊപ്പം എന്റെ 2 പെൺമക്കളോടൊപ്പം അവരുടെ ഒരു കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നന്മയ്ക്കാണെങ്കിലും എന്റെ കൂടെയുള്ള കുടുംബക്കാർക്കാണെങ്കിലും ഇപ്പൊ എന്റെ ഫുൾ തൃപ്പൂണിത്തറ എന്റെ നാട് എന്റെ കൂടെയുണ്ട്. അവരിൽ ഒരാളാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അറിയൂ. എനിക്ക് അത്ര അറിയാം. ഞാൻ കണ്ടു ഇതൊക്കെ. ഞാൻ ട്രോളായിട്ട് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒന്നും കാണാഞ്ഞിട്ടല്ല. ഭഗവാനെ വരെ പിടിച്ചു നിൽക്കുന്ന ഒരു ട്രോള് കണ്ടു. ഞാൻ ഭഗവാനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളല്ല. ഭഗവാന്റെ പേര് വെച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഏത് ഇന്റർവ്യൂവിലും അല്ലെങ്കിൽ ചെറുപ്പം മുതലുള്ള ഏത് പരിചയക്കാരോടും നിങ്ങൾക്ക് ചോദിക്കാം. അയ്യോ, നമ്മളിനിപ്പോ നിങ്ങളുടെ ഏത് പരിചയക്കാരന്റെ അടുത്ത് പോയി ചോദിക്കുക, ചേച്ചി ഏതെങ്കിലും ഒരു പരിചയക്കാരന്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ, ഞാൻ വിളിച്ചേക്ക്. എനിക്കിനിയിപ്പോ തൃപ്പൂണിത്തറയിൽ വന്നിട്ട് അന്വേഷിക്കാനൊന്നും വയ്യ. അയ്യോ, പരിചയക്കാരനെ വിളിച്ചു ചോദിക്കുക. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവരെ സത്യം പറഞ്ഞ നാട്ടിന്റെ വെളിയിൽ ഇന്നേ വരെ ഇതിനു മുന്നേ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഇലക്ഷൻ എടുത്തതല്ലാണ്ട് നാട്ടിന്റെ വെളിയിൽ ഏതെങ്കിലും നാട്ടുകാരോട് സംസാരിക്കുന്നത് എന്തെങ്കിലും ആ നാട്ടിലുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. എനിക്ക് തോന്നുന്നില്ല. ഇലക്ഷൻ ആകുമ്പോൾ എല്ലാം കൂടി കുറ്റിയും പറിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങും. പിന്നെ വേറൊരുത്തുണ്ട് അലറൽ വീരൻ. അത് ലാസ്റ്റ് ഞാൻ ട്വിസ്റ്റായിട്ട് വെച്ചിരിക്കുകയാണ്. അവിടെ വരെ എന്തായാലും കൊള്ളാം. ചേച്ചി അപ്പോ സാധാരണക്കാരിയായിട്ടാണ് നിൽക്കുന്നതല്ലേ? മനസ്സിലായി. ഇനിയിപ്പോ നാട്ടുകാരെ വിളിച്ചൊന്നും ചോദിക്കാൻ വയ്യ. നാട്ടുകാരിലോട്ട് വന്നു കഴിഞ്ഞാൽ അവന്മാര് അവരാതായിരിക്കും വിളിച്ചു പറയുന്നത്. ഇനി നമ്മുടെ ആരതി ചേച്ചി ഇതുപോലെ കളത്തി ഇറങ്ങിയിട്ടുണ്ട്. ആരതി കട്ടയ്ക്ക് നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏറ്റുമാനൂർ മത്സരിക്കുന്ന ആരതി. നമ്മുടെ ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്.
സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ തുറന്നു പറയുകയാണെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ അതിന്റെ ക്രെഡിറ്റ് വെറുതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ആരതി പോയി നിന്ന് കോൺക്രീറ്റ് ഇട്ട് പാലം കെട്ടി അല്ലെങ്കിൽ റെയിൽവേ പാളം കെട്ടിയതുപോലെയാണ് പറയുന്നത്. അത് വിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരാണ് ഇതെല്ലാം നമുക്ക് തന്നത്. നല്ലതാ. എന്തായാലും കേന്ദ്രത്തിനെ കൂട്ടുപിടിച്ചിട്ട് ഇവിടെ നിന്ന് ജയിക്കാന്നാണ്. ഇവിടെ ഉള്ളവന്മാർ മണ്ടന്മാരല്ല, ചവിട്ടി ചാണാത്തിട്ട് വീണ്ടും ചവിട്ടാൻ കേട്ടാ. എന്തായാലും ചേച്ചിയൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ദൈവമേ എനിക്കറിയില്ല എന്ത് പാടാണെന്ന്. ദൈവമേ തള്ളു തള്ളു തള്ളു. എന്തായാലും ഈ ഒരു ടീമിന്റെ മെയിൻ ഘടകമാണ് ദൈവത്തെ കൂട്ടുപിടിക്കുക. ദൈവത്തെ കൂട്ടുപിടിച്ച് മതപരമായിട്ടുള്ള ഒരു സംസാരം അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കും. കാരണം ദൈവത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് കിട്ടൂല. ആ ഒരു ഫാക്ടർ. നമുക്ക് പോവാം വെയിറ്റ് പറയാൻ പാടില്ലെങ്കിൽ കൂടി ഞാൻ പറയാണ്. കുറെ കാരണം ഞാനത് കണ്ടതുകൊണ്ട് പറയാണ്. എന്റെ കമന്റ് ബോക്സിൽ തന്നെ കുറെ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ അവരെന്തിനാ സത്യം പറഞ്ഞാൽ നമ്മോട് വിദ്വേഷം കാണിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അവർക്കെതിരായിട്ട് ഒന്നും ചെയ്യുന്നില്ല. സ്റ്റിൽ അങ്ങനെ കുറെ കമന്റ്സ് മുസ്ലിംസ് എന്താണ് നമ്മുടെ കമന്റ് ബോക്സിൽ. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ മതം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ രണ്ടായിട്ട് തിരിച്ചു. മുസ്ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ പ്രൊഫൈലിൽ പോയിട്ട് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഏത് മതത്തിലുള്ള ആൾക്കാരെന്ന് ചോദിച്ചോ? ചോദിച്ചോ? നിങ്ങളെ കമന്റ് ബോക്സിൽ കുറെ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മൊത്തം മുസ്ലിം കലയും ഒരുമാതിരി അധിക്ഷേപിച്ച് അല്ലെങ്കിൽ താഴ്ത്തി കെട്ടിയിട്ടുള്ള ഒരു സംസാരമല്ലേ ഇവിടെ അടിക്കുന്നെടുത്ത്. എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നു, കുറെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് കമന്റ് ചെയ്യുന്നെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞത് എന്താ, കുറെ മുസ്ലിമുകൾ, അതിൽ ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റും. അവിടെ തന്നെ നിങ്ങളെ ഉള്ളിൽ ആ ഒരു മതം എന്ന് പറയുന്ന ഒരു ഫാക്ടർ വീണിട്ടുണ്ട് അല്ലെ. നിങ്ങളുടെ സംസാരത്തിൽ തന്നെ അത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഹിന്ദു ആവാം, അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ വന്നിട്ട് കമന്റ് ചെയ്യുന്നു. അത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല കേട്ടോ, സീരിയസ്ലി. അടിച്ചു മാറ്റാൻ വിദഗ്ധരായവരാണ് ഇവരെല്ലാം. ഇല്ലെങ്കിൽ ശബരിമല കൊള്ള അല്ലെ, എന്താ പറയാ, വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് എങ്ങനെയെങ്കിലും ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയോടെ. വർഷങ്ങൾക്ക് മുമ്പേ അവരാദ്യം സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി. നമ്മൾ സ്ത്രീകൾക്കൊന്നും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഇന്നത്തെ ചെയ്തത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളത് ക്ഷമിച്ചു. വീണ്ടും ഇപ്പോ ശബരിമലയുടെ പേരിൽ കൊള്ള നടത്തുകയാണ്. നമ്മുടെ അയ്യപ്പന്റെ സ്വർണ്ണം കട്ടോണ്ട് പോകും. ഇപ്പം സ്വർണ്ണ കട്ടോളൂ. ഇനി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അയ്യപ്പനെ കട്ടുണ്ടോ? അതായിരിക്കും അവസ്ഥ. അത് പോട്ടെ, അതായിരിക്കും അതിന്റെ മറ്റൊരു വശം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, യാവൻ ഭരിച്ചാലും യാവള് ഭരിച്ചാലും എല്ലാം കണക്കാണ്. ഇങ്ങനെ വായ്ത്താളം അങ്ങോട്ട് അടിക്കും. ഇലക്ഷൻ സമയമാകുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വായ്ത്താളത്തിന് ഒരു കുറവും കാണൂല. പിന്നെ നിന്റെ അടുത്തൊക്കെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നു നോക്കിട്ട് നീയൊക്കെ അവന്റെ മുണ്ടൂക്കി കാണിച്ചു തരും. സീരിയസ്ലി അത്രയ്ക്ക് ഏപ്രാച്ചികളാണ്. ഇന്നേ വരെ ഒരുത്തം പോലും അങ്ങനെ നല്ലവന്മാരില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആവശ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ബേസും വേണം, നമുക്ക് അത്യാവശ്യം പണവും വേണം, എങ്കിൽ ചിലപ്പോൾ കൂടെ നിൽക്കും. അല്ലാതെ ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് ഇറന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് കൊടുക്കുന്ന വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. വളരെ വിരലിൽ എണ്ണാവുന്ന. മിക്കതും സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനായിട്ട് എഴുന്നള്ളി പോകുന്ന ടീംസാണ്. അതുകൊണ്ട് ഞാൻ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം എല്ലാത്തിലും അപരാധികൾ ഉണ്ട് എന്നതാണ് വാസ്തവം. ഈ വായ്ത്താളമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാളെ അവൾ ജയിച്ചു കഴിഞ്ഞാൽ മൊത്തം റോട്ടിൽ കയറി ഇരിക്കണ പോലെയാണ് സംസാരം. പിന്നെ നിന്നെ ഒന്നും വെളിയിൽ കാണത്തില്ല. നിന്റെ അടുത്തൊക്കെ ഒരു അപേക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നീയൊക്കെ കാറിൻ്റെ അകത്തിരുന്ന് പൊക്കോണ്ടിരിക്കും. അല്ലാണ്ട് ഒരു തേങ്ങ നടക്കത്തില്ല. ദയവ് ചെയ്തിട്ട് എനിക്ക് വോട്ടിടാൻ പോകാനേ താല്പര്യമില്ല. ഇനി അടുത്ത് നമ്മുടെ മെയിൻ അൽപ്പൻ മാരാണ്ട തട്ട് താണു തന്നെ ഇരിക്കുമെന്ന് പറയും. ഓണത്തിലാണ് ഇരിക്കുന്നത്. ബിഗ് ബോസിൽ പോകില്ലെന്ന് പറഞ്ഞിട്ട് അതിനേക്കാളും മുണ്ടോക്കി കാണിക്കുന്നത്. എന്നിട്ട് ബിഗ് ബോസിൽ പോയി BJP കുറ്റം പറഞ്ഞിട്ട് BJP നിന്ന് മത്സരിക്കുന്നു. എന്തോന്നും നിലപാടില്ലാത്തവനാണോ എന്താ അതിനടുത്ത്. ഇതിനേക്കാളും ഏറ്റവും വലിയൊരു കോമഡി ഉണ്ട്. ബിഗ് ബോസ് കണ്ട എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുന്നു. അത് ഹോട്ട്സ്റ്റാറിലാണ് ഇലക്ഷൻ നടത്തുന്നത്. എന്തോന്നടേ. ചെറിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും ചാനൽ വഴിയായാലും. അപ്പൊ ഇന്ന ആളാണ് അഖിൽ മാരാർ, ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട്. അതെ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ട ആർക്കും എനിക്ക് വോട്ട് ചെയ്യാം. എന്ത് മണ്ടനാടോ ഇതാണ്. തന്നെ മണ്ടാന്ന് വിളിച്ചു കഴിഞ്ഞാലും പറ്റത്തില്ല നിർത്താൻ. 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. അവർക്ക് അറിയാം. ഇനി നിനക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സകലമാന ആൾക്കാർ ഒന്നുകൂടി പോയിരുന്ന ബിഗ് ബോസ് കാണും. തോന്നടേ, ഇവിടെ കേരളത്തിലെ മൊത്തം ജനങ്ങളെയും ബിഗ് ബോസ് പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നിന്നെ ഞാൻ മണ്ടനെന്ന് വിളിക്കണോ പൊട്ടാനെന്ന് വിളിക്കണോ? എന്തോന്നിടേ എടേ, ഈ ചാണാൻ ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ വിവരോ മൂന്നോ പൊക്കണമില്ലെന്ന് പറയുന്നത് ശരിയാണ്. എനിക്ക് അങ്ങനെ തോന്നി, ഫീൽ ചെയ്ത് സീരിയസ്ലി. അതുപോലത്തെ മണ്ടത്തരമാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു ഇന്റർവ്യൂവിൽ വേറെ കുറച്ച് തള്ളിയത് മൂഞ്ചിയപ്പോൾ വീണ്ടും തിരിഞ്ഞു നിന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, മറ്റേ സംഭവമല്ലേ അന്ന് ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞും കൊണ്ട് വലിയ വായ്ത്താളം അടിച്ചായിരുന്നു. അതൊരു ഇന്റർവ്യൂവിൽ ഒരുത്തൻ ചോദിക്കുന്നു, നമുക്ക് കണ്ടോ എന്നിട്ട് പറയാം. ചെയ്തു കൊടുത്തില്ല. വയനാട് വീട് കേരളത്തിൽ വാഗ്ദാനം ചെയ്ത ഒരാൾ പോലും വെച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം സർക്കാരാണ്. അവിടെ വെച്ചു കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ ഭൂമി ലഭ്യമാക്കണമായിരുന്നു.
സർക്കാർ അവരോട് പൈസ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് 20 ലക്ഷം രൂപ സർക്കാരിന് കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. ഇയാൾ ഒരു കള്ളന്മാരായതുകൊണ്ടല്ലേ നമ്മൾ ഉമാർക്ക് കൊടുക്കുക, അത് നമ്മൾ തന്നെ നേരിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവരെ നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പല ആൾക്കാരും പല മുതലാളിമാരും പറഞ്ഞത് ഞങ്ങൾ നേരിട്ട് ചെയ്യാന്ന്. അത് ബോബി ചെമ്മണ്ണൂരും പറഞ്ഞിട്ടുണ്ട്, യൂസഫ് അലിയും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഒരുപാട് മുതലാളിമാർ പറഞ്ഞിട്ടുണ്ട്. ഒരു 750-850 വീടുകൾ പല ആൾക്കാരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് താല്പര്യമില്ല, ഇവരെ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും ആരുന്നില്ല. വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ അവരുടെ കൂടെ നിൽക്കണം. അതിന് പകരം പൈസ കഴിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെല്ല് തള്ളവിടെ നിർത്ത്, എന്നിട്ട് വല്ലതും വെച്ചു കൊടുത്താ സ്വന്തമായിട്ട് എടുത്തങ്ങ് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവിടെ ഇപ്പോഴും പാവങ്ങളൊക്കെ ഉണ്ട്, വെച്ചു കൊടുത്തോ, അങ്ങോട്ടൊന്ന് പോയോ, അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ഇനി ചിലപ്പോൾ പോവും, ഇലക്ഷൻ സമയം ആയതുകൊണ്ട് ഒന്ന് നക്കി ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി പട്ടി ഷോ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ എടുത്ത് വേണമെങ്കിൽ വീഡിയോ ഇടും. അല്ലാണ്ട് അങ്ങോട്ട് കെട്ടിയെഴുന്നള്ളി പോയൊന്നുമില്ലല്ലോ. അവിടെ മിണ്ടാതിരി വായത്താളടിക്കാണ്ട്. ഞാൻ ലോകം കണ്ട നന്മവരോ നല്ലവനൊന്നും അല്ല. പക്ഷെ ഇമാതിരി വന്ന് അഭിനയിക്കുന്നവന്മാരെ കാണുമ്പോൾ എനിക്ക് പറ്റത്തില്ല, ഞാൻ വിളിച്ചു പറയും. അല്ലാണ്ട് ഞാൻ നല്ലവനൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചിട്ട് ഇമാതിരി വന്നിട്ട് അഭിനയിക്കാൻ നിൽക്കരുത്. നമ്മളിവിടെ അഭിനയിക്കുന്നൊന്നുമില്ല. ഈ പട്ടി ഷോയും ഈ കള്ളത്തനോ ഉടായ്പകളും കാണിച്ച് അഭിനയിക്കുന്നവന്മാരെ കാണുമ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വരും. എൻ്റെ ഇടയിലൊരു കാര്യം പറയാൻ പറഞ്ഞു. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എടുക്കാനും മറക്കണ്ട കേട്ടോ. ഇനി മാരാറ് ഇത്രയും വലിയ നന്മമരമാണ്. ഞാൻ നാടിൻ നന്മക്കന്നായി പൊന്മാക്കന്നായി മുത്താനമ്മ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവനെ പറ്റിയിട്ട് ഇവന്റെ നാട്ടുകാർക്ക് തന്നെ പറയാനുള്ളൊരു കാര്യങ്ങളുണ്ട്. അതാണ് അതിനേക്കാളും കോമഡി. അതായത് 2020 സ്ഥാനാർത്ഥിയായിട്ട് അഖിൽമാരാർ വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വിജയസാധ്യത എത്ര ഉണ്ട്? ഓരോരുത്തരെ അഖിൽമാരാർ എന്ന് പറഞ്ഞ പിക്ചറിൽ ഇല്ലാത്ത ആളാണ്. അഖിൽമാരാർക്ക് ഒരു ഇതുമില്ല. വേറെ ആരെങ്കിലും നിർത്തിയാൽ ഇത്തിരി ഓട്ടെങ്കിലും BJP കിട്ടിയാണ്. അഖിൽമാരാർ ബിഗ് ബോസിലൂടെ ഭയങ്കര ബോസ് ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അതിലും വലിയ ബിഗ് ബോസുകൾ വന്നിട്ട് 10 നിലത്തോളാണ്ട് പോയിട്ടുണ്ട്. കേരളമാണ്. അല്ലാണ്ട് മദ്രാസ് ആണെങ്കിൽ ശരിയാണ്, തമിഴ്നാട്ടിലൊക്കെ കിട്ടും. അല്ല ചോദ്യം പറഞ്ഞല്ലേ, ബിഗ് ബോസ് അദ്ദേഹം പറഞ്ഞ ബിഗ് ബോസ് കണ്ടവരെല്ലാരും അഖിൽമാരാർക്ക് വോട്ട് കൊടുക്കുന്ന പറഞ്ഞു. അങ്ങനെ കാണണി കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നില്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ആകണം. അവരാവൂലല്ലോ. ഇതിനേക്കാൾ ഊക്ക് സ്വന്തം നാട്ടിൽ നിന്ന് ഇനി മാരാർക്ക് കിട്ടൂ. പക്ഷെ എന്തോന്നില്ല, ഇനിയെങ്കിലും പോയി വല്ല കയറും എടുത്ത് തൂങ്ങുക, അതേ വഴിയുള്ളൂ. നാട്ടുകാർക്ക് തന്നെ നല്ല അഭിപ്രായമാണ്. ബിഗ് ബോസ് ആണ് എൻ്റെ ഓട്ടെന്ന്. ഈ മാരാൻ എന്തോ വലിയ വിചാരമുണ്ട്, ഞാൻ എന്തോ വലിയ സംഭവമായി ബിഗ് ബോസിൽ പോയതിനു ശേഷം. ആ തോന്നൽ അങ്ങോട്ട് എടുത്ത് മാറ്റിയില്ലെങ്കിൽ കുത്തി ഇരിക്കത്തേ ഉള്ളൂ. ഉള്ള കാര്യം പറയാം. ആ തോന്നലാദ്യം എടുത്തങ്ങ് മാറ്റി. ബിഗ് ബോസ് കണ്ട പ്രേക്ഷകരെല്ലാം കൂടി വോട്ട് ചെയ്യുന്നത്. അത് കുറച്ചൊരു സ്പെഷ്യൽ ഓഡിയൻസാ. പിന്നെ അവർക്ക് ഭ്രാന്തല്ലേ എടുത്ത് എനിക്ക് വോട്ട് ചെയ്യാൻ. അത് ഇത് അതൊരു ഷോയാ, ഒരു എന്റർടൈനിങ് ഷോയാ. അതിൽ കണ്ടിട്ട് ആൾക്കാർ അപ്പോഴേ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യും. ഇത് വല്ലതും ചെയ്യണം. നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വല്ലതും ചെയ്യണം. ചെയ്താലേ അവര് വല്ലതൊക്കെ നിനക്കും ഓട്ടൊക്കെ ഇട്ട് തരും കേട്ടെ. അല്ലാണ്ട് വന്നിരുന്ന് തള്ളിയങ്ങ് മറിയുക. പിന്നെ ചാണകമാണ് ചവിട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് സാധ്യത വളരെയധികം കുറവാണ് കേട്ടാ. ഇനി വേറൊരു താത്തയാണെങ്കിൽ ഇവനെ അങ്ങ് വലിച്ചു കീറിങ്ങ് ഒട്ടിച്ച് ഇത് കാണുന്ന മാരാറ് ആ നിൽക്കുന്ന നിപ്പിൽ അവിടെ നിന്ന് താന്നങ്ങ് പോകും. അഖിൽമാരാർ അറിയില്ലേ? അഖിൽമാരാനെ അറിയില്ല. ചേച്ചി ഇവിടെ ഉള്ള ആളാ? തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്താ. അതായത് ഇപ്പൊ അഖിൽമാരാറാണ് 2020 ആയിട്ട് മത്സരിച്ചോണ്ടിരിക്കുന്നത്, ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ അഖിൽമാരാർ ജയിക്കും തോന്നുന്നുണ്ടോ? ജയിക്കും, ഉറപ്പാണ്. അഖിൽമാരാർ ആരാ? അതാരാ? പിന്നെ എന്ത് ജയിക്കും? അഖിൽമാന്റെ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. അഖിൽമാരാർ ആരാന്നറിയില്ല? ഇല്ല, കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ജയിക്കും? ഉറപ്പുണ്ട് ജയിക്കൂന്ന്. അറിയില്ല. പിന്നെ എന്തുകൊണ്ട് ജയിക്കും? ജയിക്കൂന്ന് എന്റെ മനസ്സ് പറയണു. ആരാന്നറിയില്ല. പിന്നെ എന്താ ആഗ്രഹിക്കുന്നത്? ആരാന്ന് വെച്ചാ ഞാൻ എന്ത് പറയാനാ? അഖിൽമാരാർ ആരാന്നറിയില്ല. ഇല്ല, ഒന്ന് കാണിച്ചെന്നേ. അയ്യോടാ, ഇതിനേക്കാളും നീ അങ്ങ് താന്നു പോടാ. കേരളം അറിയുന്ന ഞാൻ, ഇന്ത്യ അറിയുന്ന ഞാൻ എന്ന് സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റിയായി നടക്കുന്ന അഖിൽമാരാർ മൂഞ്ചിയല്ലോടാ. ബിഗ് ബോസ് കണ്ട എല്ലാവരും എന്നെ തിരിച്ചറിയുന്നുള്ളൊരു തെറ്റിദ്ധാരണ നിനക്കുണ്ടായിരുന്നു. തേഞ്ഞൊട്ടി ഒരു തേങ്ങയും പറയാനില്ല. അതായത് വിവരമുള്ള ആൾക്കാരും ബാക്കിയുണ്ടെന്ന് അർത്ഥം. നന്നായി. ഇതല്ല നിനക്ക് കിട്ടാനുള്ള കിട്ടി. അണ്ണാക്കി കിട്ടിയിട്ട് നീ ഈ ഒരു കുന്തളിപ്പ് കാണിക്കുന്നുണ്ടല്ലോ. ഒന്ന് മാരാറെ കാണണം കേട്ടാ. നീ അവിടെ നിന്നെടുത്തും താന്നങ്ങ് പോയി കാണിക്കുക. ഇനി അഖിൽ മാരാറിന്റെ ഒരു പോസ്റ്റ് കൊടുക്കാം. ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അസാധ്യം ഒന്നുമില്ല. അഖിൽ മാരാർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചറും വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം ഇവനെ കൈകൂപ്പി നിൽക്കുന്ന പോലെ ഇവൻ മറ്റേ സത്യപ്രതിജ്ഞ നടത്തുന്ന പോലെ നിൽക്കുകയാണ്. നേരിനൊപ്പം നേർവഴി അഖിൽ മാരാർ. കോപ്പാണ് കോപ്പ്. തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാൻ തൃക്കാക്കരയിൽ ജനങ്ങൾ തീരുമാനിച്ചാൽ മുന്നിൽ ഞാൻ ഉണ്ടാവും. വേണ്ട മുന്നിൽ വേണ്ട. അങ്ങ് എവിടെയെങ്കിലും വീട്ടിൽ പോയി കിടന്ന് കമന്നിടന്ന് ഉറങ്ങും. ഇതിന്റെ താഴെ ഒന്ന് കമന്റ്സ് നോക്കാം. അതായത് ഈ ഫോട്ടോയ്ക്കുള്ള ലൈക്ക് 29.2K ആണ് കേട്ടോ ഞാൻ നോക്കുന്ന സമയത്ത്. അതിന്റെ അകത്ത് വന്നിട്ടുള്ള ഒരു കമന്റിന്റെ ലൈക്ക് നോക്ക്. തോക്കുമെന്ന് ഉറപ്പുള്ളവർ ലൈക്ക് അടിക്കുക. 34,700 ലൈക്ക്. അയ്യോ, വർഗീയതയ്ക്കൊപ്പം അഖിൽ മാരാർ, ഓന്ത് മാരാർ, ബ്രദർ പ്ലീസ് നോട്ട്, ജനങ്ങൾ കൂടെ ഇല്ല, അഖിലേട്ടൻ ചാണകം ചവിട്ടി.
ഞാൻ ബാക്കി അവൻ്റെ ഒന്നും വായിക്കില്ല. ഇത്രയും തന്നെ നിങ്ങൾക്ക് ഒറ്റ സ്ക്രീൻഷോട്ടിൽ ഞാൻ കാണിച്ചു തന്നെ. ഇനിയുള്ളതെല്ലാം ഇതിനേക്കാളും ഗതികേടാ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അഖിൽമാരാർ മെഴുകി കരഞ്ഞ് തുപ്പി തൂറി എണിച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടാകും. ഇനി അഖിൽമാരാറിന്റെ ഒരു ഇന്റർവ്യൂ മൈൽ സ്റ്റോണിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനത എന്നെ വിളിച്ച് ചോദിച്ചാൽ നിസ്സഹായനായി ഇരിക്കാൻ പറ്റാത്ത ഒരു വിത്തന്റെ ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ. ഒരാൾ എന്നെ വിളിച്ചപ്പം സെറീന ഈ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പേര് പറഞ്ഞാൽ ശരി, എന്നാലും ഞാൻ പറയാണ്. ഇപ്പം ആർട്ടിസ്റ്റ് ഉല്ലാസ് പന്തളം, അപ്പൊ ഇദ്ദേഹത്തിന് ഞാൻ ഒരിക്കലും വീഡിയോ കാണുകയാണ്. ഞാൻ കാണുമ്പോൾ ഇദ്ദേഹം വയ്യാതെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഉല്ലാസ് ഏട്ടൻ 2013 ഞാനൊരു സ്റ്റേജ് ഷോ ചെയ്തപ്പോൾ ആ സ്റ്റേജ് ഷോയുടെ ഡബിങ്ങിന് വേണ്ടി മാത്രം എനിക്ക് വേണ്ടി വന്ന് ഡബ് ചെയ്ത് പോയിട്ടുണ്ട്. ഗോകുലത്തിന് വേണ്ടി ഞാൻ സ്റ്റേജ് ഷോ ചെയ്തപ്പോൾ ആ വർഷം തന്നെ ഞാൻ ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഞാൻ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരയാത്ര എന്ന് പറയുന്ന പടത്തിൽ ഈ ഉല്ലാസ് ഏട്ടനെ വിളിച്ച് ഞാനൊരു വേഷത്തിന് വേണ്ടിയിട്ട് സജഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. വർഷങ്ങൾക്കിപ്പുറം ഞാൻ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കാണുമ്പോൾ ഒരിക്കൽ പ്രേക്ഷകരെ രസിപ്പിച്ച, ഒരിക്കൽ എന്നെ ചിരിപ്പിച്ച ഒരു കലാകാരന് വയ്യാത്ത ഒരു അവസ്ഥ കാണുന്നു. ഞാൻ ആ സ്പോട്ടിൽ അദ്ദേഹത്തിന് ഒരു 10,000 രൂപ അയച്ചു കൊടുത്തിട്ട് ഞാൻ വന്ന നമ്പർ എൻ്റെ ഉണ്ടായിട്ട് ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ഉല്ലാസേട്ടാ, ഇതേപോലെ ഒരു ചെറിയ സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇത് മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ കൊട്ടാരക്കര നാട്ടിലേക്ക് പോകുന്നു. അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു. എനിക്ക് ഇതേ കാര്യം വേണമെങ്കിൽ 10,000-ന്റെ ഒരു 100 കെട്ടുകളുമായിട്ട് ഇത് ആൾക്കാരെയൊക്കെ കാണിച്ച് 2 കയ്യിൽ കെട്ടുമൊക്കെ എടുത്തു വെച്ച് ഉല്ലാസേട്ടന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റേ വീഡിയോ ഇട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കയറ്റി അദ്ദേഹത്തെ പോയി കണ്ട് കെട്ടിപ്പിടിച്ച് ചേട്ടാ ഇതാണ് എന്റെ വക ഒരു സഹായം, ഇരിക്കട്ടെ ചേട്ടാ എന്ന് പറഞ്ഞ് കാണിച്ച് ഞാനൊരു റീലിട്ടാൽ അഖിൽമാരാർ നന്മയുള്ളവനാണ്. എടാ മൊണ്ണേ, നിന്നെക്കാളും അന്തസ് ആ 100-നെ കെട്ടും പിടിച്ച് പോകുന്നമാർക്കുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാനൊരു സഹായിയാണ്, ഞാനൊരു നന്മ മരമാണ്. ഞാൻ സഹായം ചെയ്യുന്ന എൻ്റെ ഇടത് കൈ കാണൂല, വലത് കൈയും കാണൂല, ഞാൻ നടുക്കൂടി നിന്നാണ് സഹായം ചെയ്യുന്നത് എന്ന് പറയുന്ന നീ ഉല്ലാസ് പന്തള ഏട്ടന് ഞാനൊരു 10,000 രൂപ അയച്ചു കൊടുത്തു. എന്നാ ചേട്ടാ എൻ്റെ ഇരിക്കട്ടെ ഒരു വകയെന്ന്. അത് നാട്ടുകാരെ മൊത്തം ഇന്റർവ്യൂവിൻ്റെ അകത്ത് വന്നിരുന്ന് വിളിച്ചു പറഞ്ഞിട്ട് പറയണേ ഞാൻ സഹായം ചെയ്യുന്നത് ആരെ അറിയിക്കത്തില്ല. ഞാൻ ഇങ്ങനെ ആരെ അറിയിക്കേണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ 100 നോട്ടും 200 കെട്ടും പിടിച്ചോണ്ട് പോയി ചെയ്യാമല്ലോ, ഞാൻ ചെയ്തില്ല. എടാ നിന്നെക്കാൾ എന്താ സാമാർ കൊണ്ടാ മൊണ്ണേഷേ, നിന്നെ എന്ത് പറയാനാ? വിളിച്ച് നാട്ടുകാരടുത്ത് പറയുകയും ചെയ്ത് ഞാൻ ചെയ്തിരിക്കുകയാണ് 10,000 രൂപയെന്ന്. എന്നിട്ട് പറയാണ് ഞാൻ അങ്ങനെ ആരെ അറിയിക്കാറില്ലെന്ന്. കാട്ടുമൊണ്ണ തന്നെടാ. നിന്നെ എനിക്കിനൊന്നും പറയാനില്ല. നിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഏക്കത്തില്ല, കാരണം തൊലിക്കെട്ടിയില്ല എനിക്ക്. പിന്നെ ഞാനെന്ത് പറയാനാ? ഈയടാ അയ്യോ നന്മ മരമേ. ഇനി ഇതിനേക്കാളും കോമഡിയാണ് ഇവന്റെ വേറൊരു ഇന്റർവ്യൂ. എന്റെ ജനാധിപത്യം എന്താണ്? ഈ രാജ്യത്ത് നിശബ്ദനാക്കപ്പെടുന്ന ജനതയ്ക്ക് എല്ലാ സമയത്തും ഉയർന്ന് സംസാരിക്കാനും അവന്റെ ആവശ്യങ്ങൾ മറ്റൊരുത്തന്റെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ തുറന്ന് സംസാരിക്കാനുള്ള സ്പേസ് സൃഷ്ടിക്കപ്പെടണം. അതിന് അവന് ഒന്നും തടസ്സമായി മാറാൻ പാടില്ല. ജാതി തടസ്സമായി മാറാൻ പാടില്ല, മതം തടസ്സമായി മാറാൻ പാടില്ല, അധികാരമില്ലായ്മ തടസ്സമായി മാറാൻ പാടില്ല. ഒരു പൗരൻ അവന്റെ ശബ്ദം നീതിക്ക് വേണ്ടി ഉയർത്തിക്കാൻ, അത് കേൾക്കാനും അനുഭാവപൂർവ്വം കേൾക്കാനും എന്റെ ക്യാമ്പയിൻ പോലും ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരാതി പറയുന്നവനും പരാതി കേൾക്കുന്നവനും ഒന്നായിരിക്കണമെന്നാണ്. നാളെ ഈ പാർട്ടി മാറാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തെ ബേസ് ചെയ്തിരിക്കും. കാരണം എന്റെ ലക്ഷ്യം നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് കേരളത്തിൽ ഒരുത്തനും ആശയത്തിൽ ബേസ് ചെയ്തല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കൂ. ഈ 1900 ഒരു വിലയുമില്ല. ഇത് സത്യമാണ്. ഞാൻ പറഞ്ഞുതരാം. 1885 അലൻ ഒക്ടേവിയൻ ഹോം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു ലക്ഷ്യം. 1950 ഇന്ത്യൻ ഭരണഘടന വന്നതിന് ശേഷം എന്താണ് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം, എന്താണ് ലക്ഷ്യം? പറയാൻ മതേതരത്വം. ഇനി മതേതരത്വം പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മതേതരത്വം ഉണ്ടോ റിയാലിറ്റിയിൽ? ഇല്ല. CPM-നുണ്ടോ? ഇല്ല. സംവരണ സീറ്റിൽ ഇന്ന് വരെ അവർ പറയുന്നത് ഹിന്ദുത്വ ദേശീയ ബോധമാണ്. അവർ വൺ സൈഡാണ് അവർ പറയുന്നത്. എന്തായാലും എനിക്ക് ആങ്കറിങ് പെൺപിള്ളേരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഐ ലവ് യു സത്യം. കാരണം ഇവൻ നന്നാക്കി കൊടുത്ത് അവൻ പറഞ്ഞു മറ്റു CPM-നുണ്ടോ കോൺഗ്രസിനുണ്ടോ NDA ഉണ്ടോ? അത് പിന്നെ നമുക്കില്ലല്ലോ, നമുക്ക് പണ്ടേ ഇല്ലല്ലോ. ഈ സെറ്റപ്പായി തേഞ്ഞ്. അതുപോലെ തന്നെ നിലപാടുണ്ടോ എന്നൊക്കെ ഈ പെൺപിള്ളേർ ചോദിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി നിന്നിട്ട് വായി തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എടാ എന്തേടേ ചാണകം ചൊട്ടിക്കഴിഞ്ഞ് ഇത്രയും ബോധമില്ലാതെയാവും ആൾക്കാർക്ക്? എനിക്കറിയാൻ പാടില്ല. ഇനി അടുത്ത കോമഡി നമ്മുടെ അലറൽ വീരൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് താരം എവിടെ വാളൊക്കെ പിടിച്ചു പോട്, തലയിൽ തോർത്തും മടക്കി കെട്ടി വാളും പിടിച്ചു പോയത്. കോമഡികളില്ല. ഇലക്ഷൻ വരുമ്പോ ഓരോ ഒരുത്തന്മാരുടെ കോമഡികളെ കാണാണ്ട് അല്ലാണ്ട് എന്തും ചിരിക്കാനൊരു സമയം പോക്ക്, അല്ലാണ്ട് ഇത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ഇത് എന്തു പറയാൻ, ഈ ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തിയെ കോമാളിയായിട്ട് കാണണമെങ്കിൽ നമ്മൾ ഇലക്ഷൻ ടൈമിൽ വെയിറ്റ് ചെയ്താൽ മതി.
അവർ മത്സരിക്കുകയാണെങ്കിൽ നല്ല ഒന്നാം തരം കോമളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാം. ബൈ.